ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ പഴയ കുറച്ച് പാത്രങ്ങൾ എടുക്കാനായിട്ട് സുഭാഷ് ചേട്ടൻ സൂക്ഷിച്ച് വെച്ചിരുന്ന പെട്ടികളും ചാക്കുകളും എല്ലാം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഹാളിലേക്ക്. അങ്ങനെ എല്ലാം നിരത്തിയിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഓരോന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ അതിൽ വേണ്ടാത്തതും വേണ്ടതും എല്ലാം ഉണ്ട്, ഇതൊക്കെ എടുത്ത് കളഞ്ഞൂടെ, വെറുതെ സ്ഥലം മെനക്കടിക്കാൻ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ ഞാനും എപ്പോഴും വിചാരിക്കും, പക്ഷേ സമയം കിട്ടണ്ടേ, എന്തായാലും നമുക്ക് ഇന്നത് വൃത്തിയാക്കാം, ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ പെട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ബാഗ് കിട്ടി, ഒരു കുഞ്ഞ് ബാഗ്. അത് കണ്ടപ്പോൾ ഇത് ആരുടെ സുഭാഷ് ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് സുധീഷ് കൊണ്ടുവരുന്ന ബാഗാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് അത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇതാണോ ഞാൻ കൊണ്ടുപോയ ബാഗ്? ആ അതെ, നീ കൊണ്ടുപോയ ബാഗാണിത്. അപ്പം അതിനെപ്പറ്റി ഇവർ ഓരോന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, ഇത് 5 വർഷം സുധീഷ് യൂസ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഹരീഷാണ് കൊണ്ടുപോയത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുധീഷ് ചേട്ടൻ എന്ത് യൂസ് ചെയ്താലും ലാസ്റ്റ് അത് എനിക്കാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഈ ബാഗ് ഫുള്ള് കേടുവരുത്തിയത് സുധീഷ് ചേട്ടനാണ്, എന്നിട്ടാണ് എനിക്ക് തന്നത്. അയ്യടാ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷും ഹരീഷും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി ആയിട്ട് ഓരോന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, പക്ഷേ ഹരീഷാണെങ്കിൽ എല്ലാം പെട്ടെന്ന് കേടുവരുത്തും, 1 വർഷം കൊണ്ട് അവൻ ഇതിൻ്റെ പരിപ്പെടുത്ത് കളഞ്ഞു. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനായിട്ട് അത് ഇവിടെ സൂക്ഷിക്കുന്നത്, അത് നിനക്ക് തരാമെന്ന് ഹരീഷ് പറയുമ്പോൾ അവൻ നെട്ടിയിട്ട് പറയുന്നുണ്ട്, അയ്യോ അപ്പോൾ ഈ ബാഗായിരുന്നോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ലടാ നിനക്കെല്ലാം പുതിയതായിരുന്നു, അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനിടയിൽ പിന്നെ നിധി പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളതൊക്കെ തട്ടിക്കൊട്ടിയിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ഇതൊന്നും വേണ്ടാത്തത്, അതൊന്നും ആവശ്യമില്ല, ആണോ ഒന്നും നമുക്കിത് പുറത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതെന്താ ഇവിടെ കൊണ്ടുവെക്കുന്നത്? പക്ഷേ നികേഷ് മൈൻഡൊന്നും ചെയ്യാതെ പാത്രങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നിധി വേറൊരു പെട്ടിയിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അതിൽ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതൽ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷ് ചേട്ടാ പെൺകുട്ടികളുടെ ഡ്രസ്സ്? അപ്പോൾ സുഭാഷ് ചേട്ടൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഹരീഷിന് വേണ്ടി അമ്മ വാങ്ങിയതായിരുന്നു. അമ്മയ്ക്ക് ഹരീഷ് ഒരു പെൺകുട്ടിയാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ജനിച്ചപ്പോൾ അത് ആൺകുട്ടിയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ആഗ്രഹമൊക്കെ അവനിൽ തീർത്തു. പിന്നെ അവനെ കാണുമ്പോൾ തന്നെ ഒരു പെൺകുട്ടീൻ്റെ ലുക്കായിരുന്നു, നല്ല തൊടുത്ത് നല്ല സുന്ദരി പെൺകുട്ടീനെ മാറിയായിരുന്നു. ഇതൊക്കെ കേട്ട് നിധി നിർത്താതെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഹരീഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ആ ഡ്രസ്സ് അവനെ ഇടിപ്പിക്കാനൊക്കെ നോക്കി പൊട്ടിച്ചിരിക്കാനുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ പിന്നെ നിധി ബാക്കിയൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ അതൊക്കെ ഒഴിവാക്കിക്കൂടെ? അങ്ങനെ അവരോട് അതൊക്കെ പുറത്ത് കൊണ്ട് വെക്കാൻ പറയാൻ കേട്ടോ അവള്. അങ്ങനെ നിധി ബാക്കിയായ ഒരു പെട്ടിയും കൂടെ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഇതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ സുഭാഷ് ചേട്ടാ, ഇതൊക്കെ പഴയ ഫോട്ടോസാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെ അതെ ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസാണ്. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോഴെങ്കിലും കിട്ടിയല്ലോ, ഞാൻ എത്ര തിരഞ്ഞു നടന്നതാ. അത് കണ്ടപ്പോഴേക്കും നികേഷിനും നല്ല ത്രില്ലാവുന്നുണ്ട് കേട്ടോ. അവന് ഓടി വന്ന് ആ പെട്ടീൻ്റെ അടുത്ത് ഇരുന്നിട്ട് പെട്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ ഫേസ് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് കേട്ടോ. എന്തിനും ഭയക്കുന്ന മാതിരി സുഭാഷ് ചേട്ടൻ്റെ ചിരിയൊക്കെ പെട്ടെന്ന് എങ്ങോ പോയി മറിഞ്ഞു. അപ്പോഴേക്കും നികേഷ് അതിന് തപ്പിയിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരുടെ അമ്മയും സുധീഷും ഹരീഷും സുഭാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതിലെല്ലാവരും ഉണ്ടല്ലോ, ഇതാണല്ലേ നമ്മുടെ അമ്മ, എടുത്തത് ഞങ്ങളെ അമ്മയാണ് കേട്ടോ. പക്ഷേ സുഭാഷ് ചേട്ടത്തിൽ ഞാനും ഇവിടെ പോയി, എന്നെ കാണാനില്ലല്ലോ. അതിൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്, സുധീഷിനും ഹരീഷിനും സുഭാഷിനും. അപ്പോൾ സുഭാഷ് ഹരീഷിനെ സുധീഷിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പെട്ടെന്ന് തന്നെ ഒരു കള്ളം പറയുന്നുണ്ട്, എടാ നീ അന്ന് കുഞ്ഞല്ലേ, നീ തൊട്ടിൽ കിടക്കുന്ന പ്രായമല്ലേ, സുഭാഷ് ചേട്ടൻ തന്നെ എന്തൊരു ചെറുതാ, അപ്പോൾ നീ അതിലുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത ഫോട്ടോസ് നോക്കുമ്പോൾ അതിൽ അച്ഛനും അമ്മയുള്ള ഫോട്ടോ ആണ്. അങ്ങനെ അവരതൊക്കെ നോക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നല്ല ഫോട്ടോസ് അല്ലേ, എന്നിട്ടാണ് നിങ്ങൾ അമ്മേൻ്റെ ഫോട്ടോ ഇവിടെ തൂക്കാത്തത്? അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, മോളെ അതിന് അമ്മേൻ്റെ സിംഗിൾ ഫോട്ടോ ഒന്നുമില്ല, ഉണ്ടായ ഫോട്ടോ കേടായിപ്പോയി. അപ്പോഴും നികേഷ് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രം ഇവിടെ പോയി എന്നത് അവനെ ഭയങ്കരമായിട്ട് ടെൻഷനാക്കി. കാരണം കുട്ടിക്കാലത്ത് ഫോട്ടോ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ ഇവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പെട്ടൊന്ന് അടച്ചിട്ടിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, എടാ മതി, നമുക്ക് എന്തൊക്കെ പണിയുണ്ട്, ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ, പൊടിയും കാര്യങ്ങളൊക്കെയാണ്, നമുക്കത് അടച്ചു വെക്കാം. പക്ഷേ നികേഷ് സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ വീണ്ടും നോക്കുകയാണ്. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, എടാ വേണ്ടടാ, എന്തിനാ വെറുതെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ കണ്ട് വിഷമിക്കാൻ. അപ്പോൾ നികേഷ് പറയുന്നില്ല, അവിടെ വെക്ക്, നമുക്ക് നോക്കാമെന്നൊക്കെ. അങ്ങനെ പിന്നെ പെട്ടെന്ന് അവന് വേറൊരു ഫോട്ടോ കിട്ടി. അതിലവർ 4 പേരായിരുന്നു കേട്ടോ. നികേഷ് ഭയങ്കര ചെറുതാണ്, നികേഷിന് സുഭാഷ് ചേട്ടൻ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ്. അത് കണ്ടപ്പോൾ നികേഷ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ സന്തോഷത്തോടു കൂടി ഏടത്തിനോട് പറയുന്നുണ്ട്, ഏടത്തി നോക്കൂ എൻ്റെ ഫോട്ടോ നല്ല രസമില്ലേ, ഞങ്ങളെ പഴയ ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. നിധിയും അതുപോലെ ഹാപ്പിയാണ്. പക്ഷേ മറ്റു മൂവരും ഹാപ്പി അല്ല, അവരുടെ ഫേസൊക്കെ പെട്ടെന്ന് മാറി. അവർ 3 പേരും എന്തോ ഒരു കള്ളം നികേഷിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു പേടി അവർക്ക്. അവൻ ഈ പെട്ടി നോക്കുമ്പോഴും ഫോട്ടോസ് നോക്കുമ്പോഴെല്ലാം. അങ്ങനെ നികേഷ് വീണ്ടും ഫോട്ടോസ് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവന്
അവരെല്ലാവരും അമ്മയുടെ കൂടെ സിംഗിളായിട്ട് എടുത്ത ഫോട്ടോസ് കിട്ടുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതെന്താ എല്ലാവരും അമ്മയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഞാൻ മാത്രം എന്താ ഇല്ലാത്തത്, അതെന്താ സുഭാഷ് ചേട്ടൻ എൻ്റെ കൂടെ മാത്രം അമ്മ ഫോട്ടോ എടുക്കാത്തത്? അവനിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ചേട്ടനൊന്നും പറയാനില്ല, അവരൊരു റിപ്ലൈയും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിധിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ ഫേസ് എല്ലാം മാറിയതൊക്കെ. അപ്പോൾ പിന്നെ സുഭാഷ് പറയുന്നുണ്ട്, എടാ വേഗം ഒന്ന് അടച്ചു വെച്ചാൽ നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്, കുറച്ച് പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. എൻ്റെ അടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, ഏയ് അടക്കല്ല, എനിക്ക് കുറച്ച് ഫോട്ടോസും കൂടെ നോക്കാനുണ്ട്, അവിടെ വെക്കി സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവനത് പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിധിക്കൊരു ഫോട്ടോ ഇന്ന് കിട്ടുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതിൽ വേറെയും ഫോട്ടോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ ആണ് എടുക്കുന്നത് കേട്ടോ. ഒരു സാരിയൊക്കെ ചുറ്റൊരു നോർത്ത് ഇന്ത്യൻ ലുക്കുള്ളൊരു സ്ത്രീ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതാരാ സുഭാഷ് ചേട്ടാ? അത് കണ്ടപ്പം അവർ 3 പേര് നന്നായിട്ട് ഭയന്നിട്ടുണ്ട് കേട്ടോ. അവരാകെ പതറിപ്പോയി, എന്ത് പറയണമെന്ന് എന്ന് അവർക്ക് അറിയില്ല. അവർ 3 മിണ്ടാണ്ടിരിക്കുകയാണ് ഷോക്കായിട്ട്. അത് കണ്ടപ്പോൾ നികേഷ് വീണ്ടും ചോദിക്കുകയാണ്, എന്താണിത്, ഇതാരാണ്? അപ്പോൾ സുഭാഷ് ചേട്ടന് ഒഴിഞ്ഞ് മാറുകയാണ്, എനിക്കറിയില്ലടാ ഇതെങ്ങനെ ഇതിൽ വന്നു എന്നൊക്കെ. അപ്പം നികേഷ് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് സുഭാഷ് ചേട്ടാ, നമ്മുടെ പെട്ടിയിൽ വേറൊരാളുടെ ഫോട്ടോ, സുഭാഷ് ചേട്ടൻ എന്തത് അറിയാത്തേ? അപ്പോഴേക്കും പിന്നെ സുധീഷ് പെട്ടെന്നൊരു കള്ളം പറയാണ് കേട്ടോ. എടാ നമ്മുടെ ചെറിയമ്മയാടാ, കണിയാപുരത്തുള്ള ചെറിയമ്മ, നിനക്കറിയണ്ടാവില്ല, അതൊക്കെ മുന്നത്തെ ബന്ധമായിരുന്നു. ഇപ്പം അവർ നമ്മളോട് മിണ്ടാറ് പോലും ഇല്ല, അപ്പോൾ കാണാറ് പോലും ഇല്ല, അല്ലേ സുഭാഷ് ചേട്ടാ? സുഭാഷ് ചേട്ടൻ അറിയില്ല? അപ്പോൾ സുഭാഷും അതെ കണിയാപുരത്തുള്ളത്. പക്ഷെ നികേഷിന് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അവനറിയാത്ത എന്ത് ബന്ധം അവർക്കെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ അവൻ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്നുണ്ട് കേട്ടോ. മുന്നേ എടുത്ത് വെച്ച ചാക്കും കാര്യങ്ങളൊക്കെ അവർ ഉമ്മറത്താണ് കൊണ്ടുപോയി വെക്കുന്നത്, പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. ഭാസ്കരനാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട്. ഭാസ്കരന് തന്നിട്ട് ദേഷ്യം വന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തോന്നാടാ ഇതൊക്കെ എന്താ ഇവിടെ കൊണ്ടുവച്ച, മനുഷ്യൻ കിടക്കുന്നിടത്താണോ ഇതൊക്കെ കൊണ്ടുവെക്കുന്നത് എന്നും പറഞ്ഞിട്ട് അതെല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തോന്നാടാ ഇതൊക്കെ എന്താ പഴയ സാധനങ്ങളൊക്കെ ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുവച്ചത്, ഇതൊക്കെ എന്തിനാ എപ്പം നോക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണ് നിധി അച്ഛൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നത്. അതായത് ഭാസ്കരൻ പണ്ട് ലോറി ഓടിച്ചിരുന്നൊരു ഫോട്ടോ ആണത്. അത് കണ്ടപ്പോൾ ഭാസ്കരൻ ആകെ വാചാലനാവുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, പണ്ട് ഞാനേ ലാലേട്ടൻ്റെ സ്പടികൻ ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും പറയും, കറക്റ്റ് മോഹൻലാൽ, ലാലേട്ടാന്ന് തന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അവൾ ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ബാക്കി 3 പേരുടെ ഫേസും ഒരു പേടിയിൽ നിൽക്കുകയാണ്. അച്ഛൻ വന്നല്ലോ, പിന്നെ എന്തു സംഭവിക്കാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭയം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്, അവനെല്ലാം അറിയണം എന്താണ് അവർ ഒളിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ. നിധിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോയും നിധി അച്ഛന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പം ഭാസ്കറിൻ്റെ ഫേസ് പെട്ടെന്ന് മാറുന്നുണ്ട്, ഒരു സങ്കടമോ സന്തോഷമോ എന്തൊക്കെയോ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ടല്ലേ ഈ ഫോട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് ഇനി വേറെ ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ തപ്പാൻ നോക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നിട്ട്, മതി ഫോട്ടോസൊക്കെ നോക്കിയത് മതിയെന്നും പറഞ്ഞിട്ട് ഭാസ്കറിൻ്റെ കയ്യിലുള്ള ഫോട്ടോ വാങ്ങുകയാണ്. പക്ഷേ ഭാസ്കരൻ കൊടുക്കുന്നില്ല. അങ്ങനെ അവർ പിടിയും വലിയും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിനൊരു ഫോട്ടോ കൊഴിഞ്ഞ് വീഴുന്നത്. അപ്പോൾ അത് ആ പെണ്ണിൻ്റെ ഫോട്ടോ ആയിരുന്നു, അതായത് ആ സ്ത്രീയുടെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. ആ ഫോട്ടോ കണ്ടപ്പോൾ ഭാസ്കരൻ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഭാവമാറ്റങ്ങളൊക്കെ നികേഷ് നന്നായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. നികേഷ് എന്നിട്ട് വീണ്ടും അവരെ പറ്റി ചോദിക്കുകയാണ്, അവരിങ്ങോട്ടൊന്നും വരാറില്ലേ, അങ്ങനെ ഒരു ചെറിയമ്മേനെ പറ്റി എനിക്ക് പോലും അറിയില്ലല്ലോ, അതെന്താ എന്നോട് പറയാത്തെ? ഭാസ്കരനാണെങ്കിൽ അവരെ 3 പേരെയും നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ഭാവം എല്ലാവരുടെ ഫേസിലും മിന്നി മറയുന്നുണ്ട്. കഷ്ടകാലം എന്ന് പറയട്ടെ. അപ്പോൾ തന്നെ നിധിക്ക് വേറൊരു ഫോട്ടോ കിട്ടുകയാണ്. അതായത് ഈ ഒരു സ്ത്രീ നികേഷിനെടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണത്. അത് കൈ കിട്ടിയപ്പോൾ തന്നെ ബാക്കി 3 പേരും ആകെ തകർന്നു പോയി. ഇനിയിപ്പം എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ നികേഷ് ആ ഫോട്ടോ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതല്ല ഇവരെന്തിനാ എന്നെ എടുത്ത് നിൽക്കുന്നത്, നിങ്ങളാരും എടുത്ത് നിൽക്കുന്നില്ലല്ലോ, പിന്നെന്താ എന്നെ മാത്രം എടുത്ത് നിൽക്കുന്നത്? പക്ഷെ അതിനൊന്നൊരു ഉത്തരം കൊടുക്കാൻ ആരെടുത്തും ഉണ്ടായിരുന്നില്ല. ഇവരെ കാണാൻ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലോ, രേവതി എന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവരൊരു ഇന്ത്യക്കാരി ലുക്ക് ഉണ്ടല്ലോ. അതുമാത്രമല്ല ഇവരെന്തിനാ എൻ്റെ കൂടെ എടുക്കുന്നത്, നിങ്ങളാരും ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ. ഇതെല്ലാം കേട്ട് അവർ ഷോക്കാവാണ് കേട്ടോ. കൂടെ തന്നെ ഭാസ്കരനും എന്തോ ഒരു രീതിക്ക് നിൽക്കുകയാണ്, ഫേസൊക്കെ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. നികേഷ് ആണെങ്കിൽ വിടാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല. ഭാസ്കരൻ്റെ മനസ്സാണെങ്കിൽ പണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കലുഷിതമായിട്ടാണ് മനസ്സിരിക്കുന്നത്. ഫേസിലാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് അത് പ്രതിഫലിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്. നികേഷ് വീണ്ടും ആ ഫോട്ടോയിലേക്ക് മാറി മാറി നോക്കുക. പിന്നെയാണ് അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട്, പണ്ട് നാട്ടുകാരിലൊരാൾ അവൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് നിങ്ങളുടെ അമ്മേനെ നിങ്ങളുടെ അച്ഛൻ കൊന്നിട്ട് ജയിലിൽ പോയ സമയത്ത് പിന്നീട് വരുമ്പം കൂടെ ഒരു വെളിനാട്ടിലെ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതും അവൻ ഓർമ്മ വന്ന പാടെ തന്നെ അവൻ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതല്ലടാ അതൊന്നുമല്ല, നീ അത് വിട്ടെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ കള്ളം പറ സുഭാഷ് ചേട്ടൻ സത്യമല്ല ഇത്. എന്തായാലും രംഗം നല്ല രീതിക്ക് വഷളായിട്ടുണ്ട്. അവർ പേടിച്ച കാര്യം സംഭവിക്കാൻ പോവാണ്. ഇത്രയും കാലം കൊണ്ട് നടന്ന രഹസ്യം ഇന്നൊരു നിമിഷം കൊണ്ട് തീർന്നു എന്നവർ 3 പേർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. കൂടാതെ അച്ഛനും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ രഹസ്യം അവൻ അറിയാൻ പോവുകയാണ്. ഇവരുടെ കയ്യിൽ നിന്നൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് തന്നെ നികേഷ് നന്നായിട്ട് ചൂടായിട്ട് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറ, നിങ്ങൾക്കറിയില്ല ഈ സ്ത്രീയെ?
ഇത് അവർ തന്നെയാണ് വെളിനാട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നത്. എന്തിനാ അവരുടെ കയ്യിൽ എന്നെ കൊടുത്തത്? ഇവരാരും വേറെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ. നിങ്ങളെന്തിനാ ഇവരെ കയ്യിൽ എന്നെ കൊടുത്ത്? ഇവരെ കാണുമ്പോൾ എനിക്ക് കലി വരികയാണ്. നിങ്ങളിത് പറയാതെ ഇവിടെ നിന്ന് പോവില്ല. ഭാസ്കരൻ ഒരുപാട് തവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷെ അപ്പോഴൊക്കെ നികേഷ് കടിച്ച് കയറാൻ വരുന്ന ചെന്നായനെ പോലെ ഭാസ്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഇവർക്ക് പേടിയാവുന്നുണ്ട് ഭാസ്കരൻ എന്തെങ്കിലും പറയും. അപ്പം സുഭാഷ് കണ്ണടച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ പറയില്ലേ എന്നൊക്കെ. പക്ഷെ ഭാസ്കരൻ പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നികേഷ് പിടിച്ച വിടിയാൽ വിടുന്നില്ല. അവൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ സ്ത്രീയെ കൊടുത്തത്? നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അറപ്പ് വെറുപ്പാണ് ഇവരെ. എൻ്റെ അമ്മേനെ കൊന്നു വന്ന സ്ത്രീയല്ല അവർ. ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ അവരെയും കൊന്നോ? ഒടുവിൽ സൈ കെട്ടിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, കൈയെടുക്കടാ എൻ്റെ മേലിൽ നിന്ന്, അവൻ ചോദ്യം ചോദിക്കാൻ വന്നേക്കുന്നു, പോടാ. എന്നിട്ടും നികേഷ് വിടുന്നില്ല എന്ന് കണ്ടതും ഭാസ്കരൻ ആ സത്യം വെളിപ്പെടുത്തി. ഇത് നിന്റെ തള്ളയുടെ കൂടെ അല്ലാതെ നീ പിന്നെ വേറെ ആരുടെ കൂടെയാടാ ഫോട്ടോ എടുക്കുക? ഒന്നും കൂടെ കേട്ടോ, നിന്നെ പെറ്റ തള്ള. നീ പിന്നെ അവരുടെ കൂടെയല്ലേ ഫോട്ടോ എടുക്കേണ്ടത്? അവരവരുടെ തള്ളയുടെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പോൾ നീ നിന്റെ തള്ളയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇതിലിപ്പോൾ എന്താ സംശയം? നീ എന്തിനാടാ എന്നെ ചൊറിയാൻ വരുന്നേ? മാറി നിൽക്കടാ. എന്നാൽ നികേഷ് വേറൊന്നിലും ശ്രദ്ധിക്കുന്നില്ല. അവൻ ആ ഒരു കേട്ട വാക്കിൽ ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം സ്വന്തം എന്ന് കരുതിയത് എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. കേട്ട കാര്യം അവന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാൽ സുഭാഷ് ചേട്ടനാകെ കരയാണ് കേട്ടോ. എന്നിട്ട് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് ഭാസ്കരനോട്, എന്തിനാ അച്ഛൻ അവനോട് ഇതൊക്കെ പറയാൻ പോയത്? ഇത്രയും കാലം പറയാണ്ട് വെച്ച കാര്യം എന്തിനാ നിങ്ങൾ പറയാൻ പോയത്? സുധീഷിൻ്റെ ഹരീഷിൻ്റെ അവസ്ഥ മറിച്ചല്ല കേട്ടോ. അവരും കരയാണ്, അവരും ആകെ തളർന്നിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക്